എന്താ സംശയം? അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയങ്ങൾ നിഷിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അവിടെ പോവും എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ വിശ്വാസികളാണ്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ എല്ലാവരും പറഞ്ഞത്, പ്രതിപക്ഷവും ഒക്കെ പറഞ്ഞത്, പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പാർട്ടി ഒതുക്കിയെന്നായിരുന്നു. ഒതുക്കി, അദ്ദേഹത്തെ പുറത്ത് കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ കാവുകൾ തേടി നടക്കുകയായിരുന്നു അദ്ദേഹം. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാ ക്ഷേത്രത്തിലും കയറി ചെല്ലാം. കമ്മ്യൂണിസ്റ്റുകാരിൽ വിശ്വാസികളുണ്ട്. ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്, സനാതന നൈതികതയെക്കുറിച്ചൊക്കെ പുസ്തകം എഴുതുന്നുണ്ട്. അങ്ങനെ ഞാൻ കാവുകൾ തേടി നടക്കുകയായിരുന്നു. ഞാനങ്ങ് രാജസ്ഥാനിലെ അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ട്, സുഗമ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. പിന്നെയാണ് കൊടുങ്ങല്ലൂരുള്ള ശ്രീ കുരുംബ ക്ഷേത്രം എന്നാണ് അദ്ദേഹം മറുപടി, അദ്ദേഹത്തിന്റെ വിശദീകരണം. ആ പുസ്തകത്തിന്റെ പേരെന്താ? സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ അവിടെ ചെന്നെന്തിനാണ്, എറണാകുളത്തേക്കുള്ള യാത്രാ മധ്യ വൈകുന്നേരം 5:30 കൊടുങ്ങല്ലൂരെത്തി ചായ കുടിക്കാൻ നിർത്തിയിട്ട് മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു അമ്പലം. ഇതാണല്ലോ കൊടുങ്ങല്ലൂർ അമ്പലം. അപ്പോൾ അവിടെ കോഴിക്കല്ലുണ്ട്, വസൂരിമാലയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണണമല്ലോ. കാരണം ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആ ബുക്കിലെ ഓരോരോ ചാപ്റ്ററുകളാണ്. അപ്പോൾ എന്താണ് ഇതിനെതിരായാണ് പുള്ളി പറയുന്നത്. ഇതിന്റെ വൈരുദ്ധ്യാത്മക വിരുദ്ധത ഒക്കെയാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഭാര്യ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കൂട്ടില്ല. ഭാര്യയ്ക്ക് വിശ്വാസമാകാം. അതെ, ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കള് വിശ്വാസികളാകരുത്. പക്ഷെ ഭാര്യയ്ക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ എനിക്ക്. പാലക്കാട് പ്ലീനം പി ജയരാജൻ മറന്നോ? ഗണപതി ഹോമം നടത്തരുത്, ഗണപതി പൂജ നടത്തരുത്, പുതിയ വീട് വെച്ചാൽ പാല് കാച്ചരുത്, ഇതെല്ലാം പാലക്കാട് പ്ലീനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പാർട്ടി നേതാക്കൾ അനുസരിക്കാൻ. അപ്പൊ പി ജയരാജൻ പാർട്ടി നേതാവല്ലേ? ഇനി മറ്റൊരു ചോദ്യം, അതേസമയം മുസ്ലിങ്ങളായ വിശ്വാസികൾക്ക് നിസ്കരിക്കാം, ക്രിസ്ത്യാനികളായ വിശ്വാസികൾക്ക് കുർബാന കൈക്കൊള്ളാം. അതൊക്കെ ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഭൂരിപക്ഷ ഹിന്ദുക്കള് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പാലക്കാട് പ്ലീനം പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, CPM-ന്റെ പാലക്കാട് പ്ലീനം പറഞ്ഞതാ. അദ്ദേഹം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വന്നത് തന്നെ അതിനെക്കുറിച്ച് പരിശോധിക്കാനാണെന്ന്. അദ്ദേഹം ഭരണം മാറി ഇതറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ഭരണ സമയത്ത് ഒരു സംസ്ഥാനം ഭരിക്കുന്നൊരു മന്ത്രി അല്ലെങ്കിൽ മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു MLA ഇത്തരം കാര്യങ്ങൾ വന്ന് പരിശോധിക്കാനുള്ളൊരു അവകാശമുണ്ട്, അധികാരവുമുണ്ട്. ഇദ്ദേഹം പാർട്ടി നേതാവാണ്. ഇദ്ദേഹം വന്ന് ഒരു കൊടുങ്ങല്ലൂർ, അതും ഇത്ര പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് അവിടുത്തെ കോഴിക്കല്ല് പരിശോധിക്കുന്നു. ഞാനിതൊക്കെ പരിശോധിക്കാൻ വന്നതാണ്, ഇതൊക്കെ ഇവിടെ ഉണ്ടോ, ഇതെങ്ങനെയാണ് എന്നിട്ട് കാരണം നോക്കി കണ്ടുവേണം പുസ്തകം എഴുതാൻ. ഈ കല്ല് കണ്ടിട്ട് എങ്ങനെ എഴുതാൻ അദ്ദേഹം? കല്ല് കാണാൻ. എനിക്ക് എന്റെ ആദ്യത്തെ ചോദ്യം, രാജേഷ് ജി, പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം? ഈ അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്ഷേത്രത്തിൽ എന്ത് കാര്യം? അതിനൊരു മറുപടി പറയും. വിഗ്രഹത്തെ വളരെ മ്ലേച്ഛമായ രീതിയിൽ ജനലക്ഷങ്ങൾ ദേവചൈതന്യം കുടികൊള്ളുന്നു എന്ന് സങ്കല്പിച്ച് പൂജിക്കുന്ന, അങ്ങനെ എല്ലാവർക്കും അറിയാം അത് കല്ലാണെന്ന്. പക്ഷെ അവരുടെ സങ്കല്പം എന്താ? അതിലൊരു വലിയ ചൈതന്യം, അവരെ ആരാധിക്കുന്ന അവരുടെ ഉപാസനാമൂർത്തിയുടെ ആ ദേവചൈതന്യം അതിൽ കുടികൊള്ളുന്നു എന്നാണ്. അങ്ങനെയാണ് അവരതിനെ പൂജിക്കുന്നതും ഉപാസിക്കുന്നതും അതിൻ്റെ മുന്നിൽ തൊഴുന്നതും കുമ്പിടുന്നതും ഒക്കെ. ഈ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് ആ ദേവചൈതന്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അല്ലാതെ വിഗ്രഹത്തെ അല്ല. അതൊരു വിഗ്രഹമാണെന്നും വിഗ്രഹത്തിലൂടെ നമ്മൾ ആ ദേവചൈതന്യത്തെ ആണ് ആരാധിക്കുന്നതെന്നുമാണ് സങ്കല്പം. ഇരിക്കട്ടെ. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പറഞ്ഞതുപോലെ അവിശ്വാസികളായ, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ പഴയ ഒരു മുഖ്യമന്ത്രി C. കേശവൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആദർശങ്ങൾ, അദ്ദേഹം കോൺഗ്രസ് ആയിരുന്നു, പക്ഷെ ആ ആദർശങ്ങളെ പിൻപറ്റിയ അതിൻ്റെ തലമുറക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്? അപ്പോൾ അവരൊരു വാദം പറയും, അത് ഈ ക്ഷേത്രങ്ങളെല്ലാം RSSകാർ കൈയടക്കുകയാണ്, BJPക്കാർ കൈയടക്കുകയാണ്, സംഘപരിവാരം കൈയടക്കുകയാണ്, അത് ഞങ്ങൾ വിട്ടുതരില്ല. ഈ കാവുകൾ എന്ന് വെച്ചാൽ ഈ പഴയ ഒരു ഈ വീണ്ടും ആ ബ്രാഹ്മണിക്കൽ ഹെജിമണി കൊണ്ടുവരികയാണ്. എന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ വലിയ, ഇപ്പം ഗുരുവായൂരമ്പലം സവർണ ക്ഷേത്രമാണ്, ബ്രാഹ്മണനാണ് പൂജിക്കുന്നത്, ബ്രാഹ്മണനാണ് അവിടുത്തെ തന്ത്രി. ശബരിമല ബ്രാഹ്മണനാണ് പൂജിക്കുന്നത്, ബ്രാഹ്മണനാണ് തന്ത്രി. ഇങ്ങനെയുള്ള സവർണ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇതല്ല കാവുകൾ, തെയ്യക്കാവുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞു വേറെയും ആരാധനാ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ട്. കുട്ടിച്ചാത്തൻ മുതൽ പരബ്രഹ്മം വരെ
ആരാധിക്കുന്നത് ഹിന്ദുവാണ്. അതെ, 33 ദേവകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഹിന്ദുക്കളാണ്. ഇനി ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതും അവരെയും നമ്മൾ വിളിക്കുന്ന പേര് ഹിന്ദു എന്നാണ്. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ അപ്പോൾ ഇസ്ലാം മതത്തിന് പുറത്താവും. പറയാൻ ധൈര്യം കാണില്ല. അവരെയൊക്കെ വിശേഷിപ്പിക്കുന്ന പേരുണ്ട്, കപട വിശ്വാസി എന്നും ഒക്കെ പറഞ്ഞ് നിരീശ്വരവാദിയൊക്കെ വിശേഷിപ്പിക്കുന്ന പേരുകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതുപോലെ ക്രിസ്തുവിനെയും 10 നിയമങ്ങളെയും ബൈബിളിനെയും തള്ളി പറഞ്ഞാൽ സഭയിൽ നിന്ന് ഔട്ടാണ്. പക്ഷേ ഹിന്ദുവിനെ അങ്ങനെ ഔട്ടാക്കാൻ ആരുമില്ല, ഔട്ടാക്കാനുള്ള സംവിധാനവും. പി ജയരാജൻ പറയുന്നത് ദർശനവും സന്ദർശനവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ സന്ദർശനം, അതായത് ഭാര്യയെ കൂടെ കൊണ്ടുവന്നത് ദർശനത്തിനാണ്, അദ്ദേഹം വന്നത് സന്ദർശനത്തിനാണ്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. സന്ദർശനത്തിനാണെങ്കിൽ സ്വീകരിക്കാൻ ആൾ വേണ്ടേ? അദ്ദേഹം അവിടെ വന്ന് അല്ല, അത് പറഞ്ഞല്ലോ, യാദൃശ്യമായിട്ട് ചായ കുടിക്കാൻ വന്നപ്പോ. പക്ഷെ അദ്ദേഹം അത് കയറി നോക്കി കണ്ടു, ഈ കോഴിക്കല്ലൊക്കെ കണ്ടു. എന്താ ചെയ്തതെന്നുള്ളത് ബാക്കി അല്ല, ഇനിയിപ്പോ പുസ്തകം വരുമ്പോൾ മനസ്സിലാവും. നേരത്തെ ഒരു പുസ്തകം എഴുതി അദ്ദേഹം, എന്തായിരുന്നു, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനത്തെ കുറിച്ച് അല്ലെ, കേരള രാഷ്ട്രീയത്തിൽ. അപ്പോൾ ആ പുസ്തകം എഴുതിയതിന് ശേഷം എന്താ സംഭവിച്ചത്? ന്യൂനപക്ഷങ്ങൾ, വലിയ പിന്തുണ കൊടുത്തിരുന്ന ന്യൂനപക്ഷങ്ങളെല്ലാം CPM-നെ കൈവിട്ടു. അതെ, വലിയ തിരിച്ചടിയാണ്. 35 സീറ്റ്, 35-ൽ CPM-ന് കിട്ടിയത് 25 സീറ്റാണ്. 25 സീറ്റുമായിട്ട് ചൊറിയും കുത്തി പ്രതിപക്ഷത്തിരിക്കുകയാണ് പാർട്ടി ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്തരം ഗിമ്മിക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ. പുസ്തകം എഴുതാനാണ് ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പേരൊക്കെ ഇട്ട് ഞാൻ വലിയൊരു പുസ്തകം എഴുതി. ഈ പി ജയരാജന് എങ്ങനെയാണ് ഈ പുസ്തകം എഴുതാൻ സാധിക്കുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ കശാപ്പുകാരനിൽ നിന്ന് കാവ്യങ്ങൾ വരുമോ? അതാണ് സംശയം. ഈ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് പി ജയരാജൻ. പി ജയരാജൻ വലിയ കമ്മ്യൂണിസ്റ്റാണ്, അണികൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്, കതിരൂരിൻ്റെ ചെന്താരകമാണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ പി ജയരാജനുണ്ട്. അതൊക്കെ പാർട്ടിക്കാരുടെ ഇടയിലാണ്, പൊതുസമൂഹം അതിനെ അങ്ങനെ കാണുന്നില്ല. ഇലക്ഷനെ മൊത്തം തൊപ്പിയിട്ടു. ഇനി പ്ലാൻ ബി ഇറക്കാനുള്ള ശ്രമമാണ്. അല്ല, പ്ലാൻ ബിയുടെ കാര്യം ഞാൻ അതിലേക്ക് വരാം. അത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കത് പറയേണ്ടതുണ്ട്. ഈ അങ്ങനെയുള്ള ജയരാജൻ, പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പി ജയരാജൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പി ജയരാജനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണ കേരളത്തിലെ പബ്ലിക് ഡൊമൈനിലുണ്ട്. ആ പി ജയരാജൻ ഇപ്പോൾ ഇരവാദം മുഴക്കുന്നു, RSSകാരെ ആക്രമിച്ചു, എന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ. അതിന് RSSകാരുടെ മറുപടി ഉണ്ട്. അതിന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ശബരിമലയിലേക്ക് 2 വിശ്വാസികളെ അല്ല ഈ കേട്ടോണേ, അല്ല രാജേഷ് ജി തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരാൻ നമുക്കൊന്ന്. കാരണം ഈ വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ പഠിക്കാനും അറിയാനും അങ്ങനെ അത് ഈ പുസ്തകത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് കാവുകളെ കുറിച്ചൊരു ചാപ്റ്റർ തന്നെ ഉണ്ടെന്നാണല്ലോ ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഞാനത് കേട്ടു, ആ ബൈറ്റ് ഞാൻ കേട്ടു. എന്താ സംശയം? അതായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആരാധനാലയങ്ങൾ നിഷിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. അവിടെ പോവും എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർ വിശ്വാസികളാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളിൽ പോകുന്നതൊന്നും പുതിയ കാര്യമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷക്കാരെയും പുരോഗമനവാദികളെയും ഇത്തരം ആരാധനാലയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക, അത് വർഗീയ ശക്തികളുടെ താവളമാക്കി മാറ്റുക, ഇതാണ് RSS ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റുകാർ വഴങ്ങി കൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഈ വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഓരോ ക്ഷേത്രത്തിനും ഇങ്ങനത്തെ ഓരോ കാവുകൾക്കും ഒക്കെ ഉണ്ട്. എന്താ ഈ വൈവിധ്യമാർന്ന അനുഷ്ഠാനവും ആചാരവും ശബരിമലയ്ക്ക് ബാധകമല്ലേ? അവിടെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീ കയറിക്കൂടാ, യുവതീ പ്രവേശനം പാടില്ല എന്നുള്ള ഒരു ആചാര എന്താ പറയുക വിശേഷത, അത് ശബരിമലയ്ക്ക് പിന്തുടരാൻ ബാധകമല്ലേ? അത് നിങ്ങൾ പറയുന്നത് പോലെ കാവുകൾക്ക് മാത്രം മതിയോ? നിങ്ങൾ പറയുന്ന കാവുകൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ അതാകാം, പക്ഷേ അല്ലാതെ പൊതുസമൂഹം പറയുന്ന ക്ഷേത്രങ്ങൾക്കോ കാവുകൾക്കോ ആചാരലംഘനമില്ല. അത് ശരി. CPM-കാരിൽ ഒരുപാട് പേർ വിശ്വാസികളുണ്ടെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഞാൻ അക്കാര്യത്തിൽ ഭാഗികമായി പി ജയരാജനെ അംഗീകരിക്കുന്നു, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാരിലും വിശ്വാസികളുണ്ട്. ഒരു വാക്കുകൂടി പറയണമായിരുന്നു, ഹിന്ദു വിശ്വാസികളുണ്ട് എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ അദ്ദേഹം വിശ്വാസിയാണോ അല്ലയോ എന്നൊന്നും പല ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ ഹിന്ദുക്കളാണല്ലോ ക്ഷേത്രങ്ങളിൽ പോകാറുള്ളത്.
അല്ല അത് പലരും പല പറഞ്ഞ പോലെ അവിടെ അദ്ദേഹം ദർശനമാണോ നടത്തുന്നത്, സന്ദർശനമാണോ നടത്തുന്നത്? ഈ ദർശനത്തിന്റെ കൂടെ ഒരു സാ കൂടെ ഇടുമ്പോൾ അതിന്റെ സ്വഭാവം മാറി. പുള്ളി പറഞ്ഞ ഈ പല നേതാക്കളും, പല CP നേതാക്കളും ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്, വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞു. അല്ല ആ വിശ്വാസത്തിന്റെ കൂടെ ഞാൻ പറഞ്ഞത് ഇതാണ്, അവിടെ ഒരു ഹിന്ദു വിശ്വാസി എന്ന് കൂടി പറയണം. പിന്നെ സംഘപരിവാരം ക്ഷേത്രം കയ്യേറി എന്ന് പറയുന്നത് സത്യമാണ്. സംഘപരിവാരം ക്ഷേത്രം കയ്യേറി, എന്താ അതിൽ തെറ്റ്? ഒരു കാലത്ത് അന്തിത്തിരി കത്തിക്കാനില്ലാതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ കിടന്നിരുന്നു. എത്രയോ ക്ഷേത്രങ്ങൾ നശിച്ചു കിടന്നു. എത്രയോ ക്ഷേത്രങ്ങൾ ജീർണോദ്ധാരണം പോലും നടത്താതെ ഇടിഞ്ഞു പൊളിഞ്ഞ് മഴ പെയ്താൽ നേരെ ശ്രീകോവിൽ ചോർച്ചയുണ്ടായി വിഗ്രഹത്തിലേക്ക് വെള്ളം വീഴുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു അന്തിത്തിരി കത്തിച്ചു വെക്കാൻ ഒരാൾ തിരിഞ്ഞു നോക്കാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. എത്രയോ, ഒന്നും രണ്ടും ഒന്നുമല്ല. അവിടെയൊക്കെ ക്ഷേത്ര പുനരുദ്ധാരണം, ക്ഷേത്ര ജീർണോദ്ധാരണം ഒക്കെ സാധ്യമായത് RSSകാർ അതിനകത്ത് കാലെടുത്ത് വെച്ചതുകൊണ്ടാണ്. P ജയരാജൻ മറന്നുപോകാത്ത ചില പേരുകൾ ഞാൻ പറയാം. 1 P പരമേശ്വരൻ, 2 R ഹരി, 3 P മാധവ്ജി. ഇങ്ങനെയൊക്കെയുള്ള അനേകം പണ്ഡിതന്മാരും തപസ്വികളുമായ ആൾക്കാർ, തപസ്വികളുമായ RSSൻ്റെ പ്രചാരകന്മാർ, അവർ മുന്നോട്ട് വന്ന് ക്ഷേത്രം എന്താണ്, ക്ഷേത്ര ചൈതന്യം എന്താണ്, ദേവപൂജ എന്താണ്, ദേവപ്രതിഷ്ഠ എന്താണ്, ഇതിൻ്റെയൊക്കെ പിന്നിലെ വിശ്വാസങ്ങളുടെ പിന്നിലെ ഐതിഹ്യങ്ങളുടെ പിന്നിലെ ശാസ്ത്രീയതയും മറ്റുമൊക്കെ അവർ തലനാഴിഴ കീറി പഠിച്ചും പഠിപ്പിച്ചും കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഉണർത്തിയതിൻ്റെ ഫലമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ക്ഷേത്രങ്ങൾ അത്യുജ്വല പ്രഭാവത്തോടുകൂടി നിലകൊള്ളുന്നത്. ദേവചൈതന്യം പ്രസരിക്കുന്നതൊക്കെ അതിൻ്റെ ഫലമാണ്. അല്ലാതെ കമ്മ്യൂണിസം കയറി വിളയാടിയത് കൊണ്ടല്ല. അതാണ് രസം. ഈ ക്ഷേത്രങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഗുരുവായൂരൊക്കെ ഈ ദേവസ്വം ബോർഡുകൾ തന്നെ ഇവർ ഭരിച്ചു മുടിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡുകളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക സ്വകാര്യ ക്ഷേത്രങ്ങളാണ്. ഈ സ്വകാര്യ ക്ഷേത്രങ്ങൾ വളരെ മനോഹരമായി, വളരെ ഭംഗിയായി എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് നടക്കുന്ന ക്ഷേത്രങ്ങൾ, അത് ഇപ്പോൾ ഏറ്റെടുക്കാൻ വരുമാനമുണ്ട് എന്ന് കണ്ടപ്പോൾ ദേവസ്വം ബോർഡുകൾ ഓടി വരികയാണ് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ. ഇതൊക്കെ ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദു ഭക്തരുടെ പണമാണ്. ഭക്തരായ ആൾക്കാർ ക്ഷേത്രത്തിലേക്ക് കൊടുത്ത കാണിക്കപ്പണം, ക്ഷേത്രത്തിലേക്ക് കൊടുത്ത വഴിപാട് പണം, ഇതൊക്കെ കൊണ്ടാണ് ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ വിപ്ലവം നടത്തിയത് കൊണ്ടൊന്നുമല്ല. ജയരാജൻ്റെ പാർട്ടി ഈ പറയുന്നത് പോലെ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വാരിക്കോരി സംഭാവന ചെയ്തത് കൊണ്ടൊന്നുമല്ല. ഒരു അന്തിത്തിരി കത്തിക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന ക്ഷേത്രങ്ങൾ എങ്ങനെയെങ്കിലും നശിച്ചു പോകട്ടെ എന്ന് ആഗ്രഹിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുമാത്രമല്ല, മലപ്പുറത്ത് നമുക്കറിയാമല്ലോ, പെരിന്തൽമണ്ണയിൽ അങ്ങാടിപ്പുറത്ത് തളി ക്ഷേത്രം പുനരുദ്ധരിക്കാൻ കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന സാക്ഷാൽ കേളപ്പൻ രംഗത്ത് വന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗുകാർ വിളിച്ച മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യത്തിന് ഓശാന പാടിയവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അന്ന് അവർ വിളിച്ച മുദ്രാവാക്യം നായ് പാത്തിയ കല്ലിൽ ചന്ദനം പൂശും കേളപ്പ എന്നാണ്. എന്ന് വെച്ചാൽ തെരുവ് നായ്ക്കളും മറ്റും മൂത്രമൊഴിച്ച കല്ലിൽ ചന്ദനം പൂശാൻ നടക്കുന്ന കേളപ്പ എന്ന് പറഞ്ഞ് കേളപ്പജിയെ ആക്ഷേപിച്ച മുസ്ലിം ലീഗുകാർക്ക് ഒത്താശ. അന്ന് മുസ്ലിം ലീഗുകാർക്ക് വെള്ളിത്തളികയിൽ വെച്ച് മലപ്പുറം ജില്ല സമ്മാനിച്ചത് നിങ്ങളുടെ പൂർവികനാണ്. നിങ്ങളുടെ പൂർവിക മുഖ്യമന്ത്രിയാണ് സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ഒരു തികഞ്ഞ നിരീശ്വരവാദിയും ക്ഷേത്രവിരോധിയുമായിരുന്നു എന്നുള്ളതല്ലേ സത്യം? അദ്ദേഹത്തിൻ്റെ കാലത്ത് ദേവസ്വം ബോർഡിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാനോ കൈപിടിച്ചുയർത്താനോ ഈ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ ജീർണോദ്ധാരണം നടത്താനോ ഈ ഗവൺമെൻറ്റുകൾ തയ്യാറായോ? അതുമാത്രമല്ല, ഒന്നാം EMS സർക്കാർ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് കൊടുത്ത വാക്ക്, ശബരിമല തീവെപ്പിന് കാരണക്കാരായവർ ആരാണോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കും. ആ ശബരിമല തീവച്ചതിനെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും എന്നൊക്കെയായിരുന്നു. എന്നിട്ട് ചെയ്തതോ ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്? ആ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിച്ചില്ല. ആ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വച്ചില്ല. ഇങ്ങനെയൊക്കെ ഈ കേരളത്തിലെ ഹിന്ദുക്കളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തവരാണ്
കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. ഇപ്പോഴിതാ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വരുന്നു, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നു. ഇതാരുടെ കണ്ണിൽ പൊടിയിടാൻ? കേവലം 25 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഇച്ഛാഭംഗം, അതിന് മറുമരുന്ന് തേടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ള ശക്തി കേരളത്തിന്റെ പരിഹാരമുണ്ടോ? കാരണം മാനസിക പ്രശ്നങ്ങൾക്കും പിന്നെ ശത്രുദോഷ സംഹാരത്തിനൊക്കെയാണ് ആ ക്ഷേത്രത്തിൽ. എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. ജയരാജൻ അവിടെ വന്നത് ഈ ശത്രുദോഷ സംഹാരം, അങ്ങനൊരു ഒരു ശത്രു എന്നേക്കുമായിട്ട് ഇപ്പൊ കണ്ണൂര് വിട്ട് തിരുവനന്തപുരത്ത് വാടക വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് ടി ജയരാജന്റെ. അപ്പോ ഇനി ആ ശത്രുദോഷം അത് ഭരിച്ചതിന്റെ വഴിപാട് പൂർത്തിയാക്കാൻ വന്നതാണോ എന്നൊരു സംശയം. അല്ല, അത് മാത്രമല്ല, ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആരാണ്? ഭദ്രകാളിയാണ്. ശ്രീപോർക്കലി നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണൂര്, അല്ലേ? അതുപോലെ പല കാവുകളിലും ഭദ്രകാളിയാണ് ആരാധനാമൂർത്തി, ഉപാസനാമൂർത്തി. ഈ ഭദ്രകാളിയെ ആരാധിക്കുന്നത് ആരാണ്? യോദ്ധാക്കളാണ്. ഈ കണ്ണൂരിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂരിൻ്റെ രാഷ്ട്രീയം ഈ പറയുന്നത് പോലെ എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായി മാറിക്കഴിഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങൾ അസംഖ്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെ എതിർ ചേരിക്കാരെ വെട്ടിവീഴ്ത്തുന്ന ഒരു ഒരു പ്രതിഭാസം കൂടി അവിടെ ആരംഭിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലേ? ആൾക്കാരുടെ, എതിരാളികളുടെ ജീവൻ എടുത്തുകൊണ്ട് അവരെ ആക്രമിച്ച് ജീവച്ഛവങ്ങളാക്കിക്കൊണ്ട് ഒരു സംഹാര താണ്ഡവമാടുന്ന ഒരു രാഷ്ട്രീയം കണ്ണൂരിൽ തുടങ്ങി വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വീണ്ടും ഇത്തരത്തിൽ കൊടുങ്ങല്ലൂരും ഇതുപോലെയുള്ള കാവുകളുമൊക്കെ സന്ദർശിക്കുന്നെങ്കിൽ, അവർ അവിടേക്ക് വരുന്നെങ്കിൽ, വീണ്ടും ഇന്ന് ശാന്തമായിരിക്കുന്ന കണ്ണൂരിൽ അശാന്തി വിതയ്ക്കാനാണോ, അവിടെ വീണ്ടും ആ കൊലപാതക രാഷ്ട്രീയം ആരംഭിക്കാനാണോ എന്ന സംശയം ആർക്കെങ്കിലും ഉയർന്നാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ എളിയ ഒരു അഭിപ്രായം, ഇൻ്റലിജൻസ് ഏജൻസികളടക്കം ഈ വിഷയത്തെ വളരെ കാര്യമായി സമീപിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് പി ജയരാജനെ പോലുള്ളവർ ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ നോക്കൂ? ഗുരുവായൂരമ്പലത്തിലല്ല പോയത്, അവിടെ ശ്രീകൃഷ്ണൻ ശാന്തസ്വരൂപനായിട്ടിരിക്കുന്നതാണ്. അതുപോലെ ചോറ്റാനിക്കര അമ്മയുടെ അടുത്തല്ല പോയത്, അതുപോലെ ശബരിമലയിലല്ല പോയത്, അതുപോലെ നമ്മുടെ തിരുവമ്പാടിയിലോ വടക്കുന്നാഥൻ്റെയോ ഒന്നും അടുക്കലല്ല പോയത്. മറിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിൽ ദേവി കുടികൊള്ളുന്ന, സാക്ഷാൽ ഭദ്രകാളി കുടികൊള്ളുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് പി ജയരാജൻ സന്ദർശനാർത്ഥം കടന്നു വന്നത്. അങ്ങനെ കടന്നു വന്നതിനെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ജാഗ്രതയോടെ, സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ടതാണ്. കേരളത്തിൽ ഇടക്കാലത്ത് നിന്നുപോയ, അല്ലെങ്കിൽ സ്വസ്ഥമായ ഭരണത്തിന് വേണ്ടി അവസാനിപ്പിച്ച ആ കൊലപാതക രാഷ്ട്രീയം, ആ അക്രമ രാഷ്ട്രീയം, ആ ചോരയുടെ രാഷ്ട്രീയം വീണ്ടും പൊടിതട്ടിയെടുക്കാനാണോ പി ജയരാജൻ ഈ സന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു സംശയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് തോന്നിയാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗം അങ്ങേയറ്റം ശ്രദ്ധയോടെ ഈ വിഷയത്തെ, ജാഗ്രതയോടെ ഈ കാര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. കേരളത്തിൽ വീണ്ടും, അതായത് എല്ലായിടത്തും തോറ്റ് വെറും 25 സീറ്റുകളുമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന CPIM അവരുടെ തിരിച്ചുവരവിന് വേണ്ടി എന്തും ചെയ്യും, ഏത് അക്രമവും നടത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അങ്ങനൊരു കാര്യമാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി നമ്മൾ സത്യത്തിൽ അതിനെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടത്. അത് മാത്രമല്ല, ഒരു വശത്ത് പറയുന്നത് RSSനെയും സംഘപരിവാരത്തെയുമാണ്. തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ എന്തോ കുഴപ്പങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ഒരു ആശങ്ക ഇവിടെ ഉയർന്നിരിക്കുന്നു. അതിന് പരിഹാരമുണ്ടാക്കേണ്ടത് അന്വേഷണ ഏജൻസികളാണ്. പുതിയ സർക്കാർ അധികാരമേറ്റെടുത്താൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ ഗിമ്മിക്ക് കൊണ്ടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ തിരിച്ചു വരാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മുമ്പ് ചെയ്ത പാപങ്ങളെ, അതായത് വിശ്വാസികളെ, ഹിന്ദുക്കളെ, സനാതനധർമ്മ വിശ്വാസികളെ
പരിഹസിക്കാനും അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പാനും അവരെ ചവിട്ടി അരയ്ക്കാനുമൊക്കെ നിങ്ങൾ കാണിച്ച തിണ്ണമിടുക്കുണ്ടല്ലോ, ആ തിണ്ണമിടുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. അതിൻ്റെ തുടക്കമാണ് 2026 കേരളത്തിൽ കണ്ടിരിക്കുന്നത്. ബാക്കി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. കൊടുങ്ങല്ലൂരിൽ വന്ന് കോഴിക്കല്ല് കണ്ടതുകൊണ്ടൊന്നും ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കമ്മ്യൂണിസ്റ്റുകാരാരും ധരിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.